ഒരു ദിവസം ദുർഘടമായ വഴികളിലൂടെ ഗുപ്തൻ നമ്പൂതിരി കഥകളി കാണാൻ പോകുകയായിരുന്നു. പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരു പാലമരച്ചുവട്ടിൽ വിശ്രമിച്ചിരിക്കെ പാലപ്പൂവിന്റെ ഗന്ധത്തോടു കൂടി ഒരു സുന്ദരിയായ യുവതി അവിടേക്ക് വന്നു. താൻ ബന്ധനക്കോട്ടെ കാമാക്ഷി വരസ്യരാണെന്ന് യുവതി തന്നെ സ്വയം പരിചയപ്പെടുത്തി. അവർ ഇരുവരും ഒരുപാട് നടന്ന് കേശാപിള്ളി മനയിലെത്തി. ഗുപ്തൻ അകത്ത് ചെന്ന് ഉടൻ തന്റെ ഗുരുവിനെ വണങ്ങി. കയ്യിലുണ്ടായിരുന്ന ദേവി മഹാത്മ്യം അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഗുരു ഗുപ്തനെ അടുത്ത് വിളിച്ച് നിന്റെ കൂടെ വന്നത് വാരസ്യാരല്ല, മറിച്ച് യക്ഷിയാണെന്ന ഭീകര സത്യം വെളിപ്പെടുത്തി. കയ്യിലുണ്ടായിരുന്ന ദേവി മഹാത്മ്യം കാരണമാണ് നീ ഇപ്പോഴും ജീവനോടെ ഉള്ളതെന്നും പറഞ്ഞ ഗുരു ഗുപ്തനു കുറച്ചു മാന്ത്രിക കല്ലുകൾ നൽകി. ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു. യക്ഷി ഉപദ്രവിക്കാനായുമ്പോൾ ആ കല്ലുകൾ ഓരോന്നായി പുറകിലേക്ക് എറിയാൻ ഗുരു നിർദ്ദേശിച്ചു. ഗുരു ഗ്രഹത്തിൽ നിന്നിറങ്ങിയതും യക്ഷി ഗുപ്തനു നേരെ തന്റെ യഥാർത്ഥമായ ഭീകര രൂപം കാട്ടി. ഭയന്നു വിറച്ച ഗുപ്തൻ ഉടൻ ക്ഷേത്രത്തിലേക്കോടി. അവിടെ എത്തും മുൻപേ മാന്ത്രിക കല്ലുകൾ തീർന്നിരുന്നു. ഭാഗ്യം കൊണ്ട് അതുവഴി പോയ മാന്ത്രികനായ പള്ളിപ്പുറത്ത് നമ്പൂതിരിയോട് കാര്യം പറഞ്ഞു. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വിഴുപ്തോർത്ത് ഗുപ്തന് നൽകി. ക്ഷേത്രം എത്താറായതും ഗുപ്തൻ വിഴാപ്തോർത്ത് വലിച്ചെറിഞ്ഞു. ക്ഷേത്രത്തിൽ കയറുന്നതിനു മുൻപേ യക്ഷി ഗുപ്തന്റെ കാലുകൾ പിടിച്ചു വലിച്ചു. എന്നാൽ ദേവി ശ്രീകോവിലിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് പള്ളിവാൾ കൊണ്ട് യക്ഷിയുടെ തലവെട്ടി തെക്കേ കുളത്തിൽ എറിഞ്ഞു. അത് പിന്നീട് രക്തക്കുളം എന്ന് അറിയപ്പെട്ടു. മോക്ഷം കിട്ടിയ യക്ഷി ഉപദേവതയായി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു.